ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ ഇപ്പോൾ ഈ ആത്മഹത്യ നിരക്ക് വർദ്ധിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ആത്മഹത്യയും ആത്മഹത്യാശ്രമവും ആത്മഹത്യാ ഭീഷണിയുമൊക്കെ കൊണ്ട് നിറയുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നറിയിപ്പും സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധത്തിനെ തുടർന്നുള്ള മനോവിഷമത്തിൽ ആത്മഹത്യകളിലേക്ക് ഓരോ സ്ഥാനാർത്ഥികളാകുമെന്ന് പ്രതീക്ഷിച്ചവരും പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം RSS പ്രവർത്തകനായിട്ടുള്ള ആനന്ദ് തമ്പിയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് പറയപ്പെടുന്നത് ഇതേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നുള്ള മനോവിഷമമാണ് എന്നുള്ള FIR റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. സഹോദരി ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവികമായിട്ടുള്ള മരണത്തിനാണ് ആനന്ദ് തമ്പിയുടെ പേരിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മരിച്ച ആനന്ദ് കെ തമ്പിക്ക് കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സഹോദരി ഭർത്താവടക്കം മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നു. ആകെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് ആനന്ദ് തമ്പി വലിയ മനോവിഷമത്തിലായിരുന്നു. ഇതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് തന്റെ അറിവ് എന്നാണ് സഹോദരിയുടെ ഭർത്താവ് നൽകുന്ന മൊഴിയിൽ പറയുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരം വാർഡിൽ തനിക്ക് പകരം BJP RSSന്റെ പ്രാദേശിക നേതൃത്വം മണ്ണ് മാഫിയക്കാരനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ആത്മഹത്യാക്കുറിപ്പ് സുഹൃത്തുക്കൾക്ക് വാട്സപ്പിൽ കൂടി അയച്ച ശേഷമാണ് ആനന്ദ് ജീവനൊടുക്കിയത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:15 സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് തൃക്കണ്ണാപുരത്തെ വീടിന് പിന്നിലെ ഷെഡിൽ അദ്ദേഹം തൂങ്ങി മരിച്ചത്. ആനന്ദ് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സപ്പ് കുറിപ്പിന്റെയും ശബ്ദ സന്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് സുഹൃത്തുക്കളെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. ആനന്ദിന്റെ ഫോണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് പോലീസിന്റെ അന്വേഷണ സംഘം തീരുമാനിച്ചു കഴിഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പറയുന്ന BJP RSS ശിവസേന പ്രാദേശിക നേതാക്കളുടെ അടക്കം മൊഴികൾ ഉടൻ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ പോസ്റ്റ്മോർട്ടം അടക്കം ഇന്ന് നടക്കുകയാണ്. ഇടപ്പഴിഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം സ്ഥാനാർത്ഥിയാക്കുവാനുള്ള പരിഗണനാ പട്ടികയിൽ ആനന്ദിന്റെ പേരുണ്ടായിരുന്നില്ല എന്നുള്ള BJP നേതാക്കൾ സംഭവത്തിന് ശേഷം നൽകുന്ന വിശദീകരണം വിശ്വസിക്കാവുന്നതാണോ എന്ന് അറിയില്ല താനും. പലരും പറയുന്നുണ്ട് ആനന്ദ് കെ തമ്പിക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആനന്ദിന്റെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കം സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറയുമ്പോൾ വിശ്വസിക്കേണ്ടതാണ് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ തീരുമാനിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൂടി ഉത്തരം പറയുവാൻ ഈ സംസ്ഥാന നേതാക്കൾ തയ്യാറാകണം. ഒരു സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ സ്ഥാനാർത്ഥി കുപ്പായം തെക്കുന്നത്. ആ സ്ഥാനാർത്ഥി കുപ്പായം കിട്ടില്ല എന്ന് ലഭിക്കുമ്പോൾ അടുത്ത സ്ഥാനാർത്ഥിയാകുക അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലെ വഴി. അതുകൊണ്ട് തന്നെയാണ് അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് തൊടുനായങ്ങൾ പറഞ്ഞാലും അത് ആര് പറഞ്ഞാലും ആര് ചെയ്താലും ഒരു ജീവൻ എടുത്തുകൊണ്ടുള്ള കളിക്കാരും കൂട്ടുനിൽക്കരുത്. നിങ്ങൾക്ക് അത് ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, ഇപ്പൊ BJPയുടെ നേതാക്കളുടെ ഇടയിലേക്ക് ഇത്തരത്തിലൊരു പ്രശ്നം വന്നതുകൊണ്ട് അവരുടെ തലയിലേക്ക് വയ്ക്കുകയാണ്. പക്ഷേ അവരാണെങ്കിലും ശരി, BJPയുടെ നേതാക്കളാണെങ്കിലും ശരി, അവർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരാളുടെ ജീവന് പകരം നൽകാൻ നിങ്ങൾക്കൊന്നുമില്ല. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരാൾക്ക് ഒരു സ്ഥാനാർത്ഥി പട്ടം കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഇങ്ങനെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് ശരിയല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനാൽ മറ്റൊരു വനിതാ നേതാവ് കൂടി ആത്മഹത്യാശ്രമം നടത്തിയിരിക്കുന്നു. അത് തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് BJPയുടെ വനിതാ നേതാവ് കൂടിയായിട്ടുള്ള ശാലിനിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പ്രാദേശിക RSS നേതൃത്വത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിട്ടാണ് അവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. സംഘത്തിന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ വ്യക്തിഹത്യ നടത്തിയെന്നാണ് ശാലിനി ആരോപിക്കുന്നത്. നെടുമങ്ങാട് പനക്കോട്ടല വാർഡിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ആരോപിച്ച് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ശാലിനി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ ശാലിനിയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയപ്പെടുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇരിക്കുകയായിരുന്നു. ഇതിൽ മനംനൊന്തുകൊണ്ടായിരുന്നു ഇന്ന് വെളുപ്പിന് അവർ ആത്മഹത്യാശ്രമം നടത്തിയത്. മാത്രമല്ല ശാലിനി ഉന്നയിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്.
തന്നെ മത്സരിപ്പിക്കരുത് എന്ന് BJP നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും തനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയതിൽ മനംനൊന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും ശാലിനി പറയുമ്പോഴും സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായിരുന്നുവെന്നും അതിന്റെ പേരിലാണ് സംഘത്തിന്റെ പ്രാദേശിക നേതാക്കൾ എന്നോടും കുടുംബത്തോടുമുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് തന്നെപ്പറ്റി മോശമായി സംസാരിക്കുകയാണ് എന്നും നിർത്താൻ പാടില്ലെന്ന്, സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പാടില്ലെന്ന് പാർട്ടിയെ സമ്മർദ്ദം ചെലുത്തി വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തി തനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ പ്രാദേശിക നേതാക്കളാണ്. ആ വിഷമത്തിലാണ് താൻ ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വന്നത് എന്ന് കൂടി ശാലിനി പറഞ്ഞു വെക്കുന്നത്. അവർ BJPയുടെ ഒരു വ്യക്തിയും ഇതിലില്ല എന്നും RSSന്റെ മുതിർന്ന നേതാക്കൾ ആരുമില്ല എന്നും പറയുമ്പോഴും കരിപ്പൂർ ശാഖയുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അവർ ആരോപിക്കുന്നുണ്ട്. RSSന്റെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള 2-3 പേർ ഇതിനകത്ത് തനിക്ക് സീറ്റ് കിട്ടരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു. കിട്ടിയാൽ താൻ ജയിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലതും ചെയ്തത് എന്ന് പറയപ്പെടുന്നു. തന്റെ ജന്മനാടാണ് ഈ പറയുന്ന കരിപ്പൂര്, പക്ഷെ അവിടെ തനിക്ക് മത്സരിക്കുവാനുള്ള സീറ്റ് നൽകരുത് എന്ന് പറയുന്ന തരത്തിലേക്ക് ചില പ്രാദേശിക നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. സംഘടന പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ 2 തവണയും മറ്റു പല സ്ഥലങ്ങളിലും ചെന്ന് മത്സരിച്ചിരുന്നു. സ്വന്തം സ്ഥലത്ത് മത്സരിക്കുവാൻ ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ അതിന് ഇവിടുത്തെ നാട്ടുകാരാകുന്ന രാഷ്ട്രീയ പ്രവർത്തകരാകുന്ന BJPയുടെ സംഘത്തിന്റെ പ്രവർത്തകരാകുന്ന ചിലർ സമ്മതിച്ചില്ല എന്നാണ് ശാലിനി പറയുന്നത്. താൻ ഒരു രീതിയിലും ജയിച്ചു വരരുത് എന്ന രീതിയിൽ വ്യക്തിവൈരാഗ്യം തീർക്കുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ശാലിനി ഉന്നയിക്കുന്നതും. ഒരു തരത്തിലും അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതായതോടുകൂടിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് അവരുടെ വാദം. അതുമാത്രമല്ല, അവർ ഫോണിൽ പലതവണ പരാതി പല കേന്ദ്രങ്ങളിലും BJP സംസ്ഥാനത്തെ ജില്ലാ നേതൃത്വത്തെ അടക്കം അവർ ഫോണിലൂടെ പരാതി പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് പരിഗണിക്കാമെന്ന് പലവട്ടം പറഞ്ഞിരുന്നു. എന്നാൽ ആ പരിഗണിക്കാമെന്ന് പറഞ്ഞതിന്റെ തീരുമാനം വരുന്നതിന് മുൻപ് ശാലിനി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ പറയാൻ തന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കാരണത്തിലും ഞാൻ ആദ്യം സൂചിപ്പിച്ച ആത്മഹത്യ എന്ന് പറയപ്പെടുന്ന ഒന്നിനും പരിഹാരമല്ല. തളർന്നു പോകുന്നിടത്ത് നിന്ന്, പരാജയപ്പെടുത്തുന്നിടത്ത് നിന്ന് കുതിച്ചുയരുന്നവരാണ് യഥാർത്ഥ ധീരശാലികൾ. വനിതകളായ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മനോവികാരം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇവിടെ തളർന്നു പോകാൻ പാടില്ല. നിങ്ങൾ ഉയർത്തെണീക്കേണ്ടവരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗീകാരമില്ലാതെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുവാൻ ഇവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ആനന്ദ് കെ തമ്പിയുടെ ജീവനും ജീവിതവും എന്ന് പറയപ്പെടുന്നത് BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും RSSുമായിരുന്നു. അതുപോലെ തന്നെയാണ് ശാലിനിയും BJPയുടെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചവരാണ്. BJP സാരഥിയായവരാണ്. BJPയുടെ സാരഥിയായി പലവട്ടം മത്സരിച്ചവരാണ്. പക്ഷേ ഈ വട്ടം അവരുടെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം നൽകാതെ അവരെ തഴയപ്പെട്ടപ്പോൾ ആത്മഹത്യയിലേക്ക് അവർ പോയി. ആനന്ദ് കെ തമ്പിക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സീറ്റ് കൊടുക്കാത്ത ഘട്ടത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്നേ പോയി. പക്ഷെ അവിടെയാണ് ഒരു കുഴപ്പം. ഈ ആനന്ദ് കെ തമ്പിയെ പോലുള്ളവരെ ഇന്ന് കഴിഞ്ഞ് നാളെ ഈ പാർട്ടി അടക്കം മറക്കും. ഇവർക്ക് ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. അത് ഏതൊരു പാർട്ടിക്കാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അവരാരും നാളെ ബലിദാനി എന്നോ അല്ലെങ്കിൽ തന്റെ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ അർപ്പിച്ച ഒരാളാണ് ആനന്ദ് കെ തമ്പി എന്നോ ആരും ഓർക്കാൻ പോകുന്നില്ല. ആരും ഒരാഴ്ചക്കപ്പുറം ഈ പേര് പോലും ഉച്ചരിക്കാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നഷ്ടം മരണപ്പെട്ടു പോയവർക്കാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ആത്മഹത്യയല്ല ഒന്നിനും പരിഹാരമെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് വിജയിച്ചു കാണിക്കുക, ജയിക്കുവാനുള്ള വഴികൾ തേടുക, അല്ലാതെ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവൻ എന്ന് പറയപ്പെടുന്നത്. അത് അത്തരത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഇനി ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ വലിയ രാഷ്ട്രീയ കളികളിലേക്ക് ഈ ആത്മഹത്യാ ശ്രമവും ഒക്കെ പോകും. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ BJPക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ആയുധമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് മാറുക തന്നെ ചെയ്യും, മാറട്ടെ. കാരണം ഒരാളുടെ ജീവൻ വെച്ച് ആരും ഇങ്ങനെ പന്താടരുത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ വിജയങ്ങളും നേടരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാകും ഇത്. അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഏത് വിധത്തിൽ തഴയുന്നുവോ അതൊരിക്കലും ശരിയല്ല എന്നുള്ളത്. പ്രാദേശികാടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകുവാൻ കഴിയുക. കാരണം അതാകുമ്പോൾ 940 വരുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ അങ്ങോളം ഇങ്ങോളം എവിടെയെങ്കിലും ഒക്കെ നിന്ന് ചെറിയ ഒരു കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ എങ്കിലും ആകാമെന്ന് പ്രതീക്ഷിച്ചു വരുന്നവരെ വഴിയിൽ ഉപേക്ഷിക്കരുത്. ജീവനും ജീവിതവുമാക്കി ഈ പാർട്ടിയെ കൊണ്ടു നടക്കുന്നവരെ വഴിയിൽ തള്ളരുത്. അവരെ ആത്മഹത്യയിലേക്ക് പറഞ്ഞു വിടരുത്. അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഓരോ പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ കാരണമാണ് അവർ മരണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, അവർ തന്നെ സ്വയം അത് പറഞ്ഞാൽ, അതിൽ നിങ്ങൾ എത്രയൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കേൾക്കാൻ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനും കഴിയില്ല.